ഇവിടെ ഒരു പിടുത്തമില്ലല്ലോ, ഇരുണ്ട് മൂടി വന്ന് നോക്ക്. കറക്റ്റ് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും. അത് ഒന്നാമത് മുഖാന്ന് മാന്തി പറിക്കാം, അങ്ങനെയുള്ളൊരു റിസ്ക് ഉണ്ട്. അവിടെ എന്താ എന്താ ഒന്ന് നോക്കണം, നടന്നു നടന്നു ഒന്നും നോക്കണ്ട. ആദ്യമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ടു. ഇത് നോക്കടാ, നോക്ക്. പവിഴപ്പുറ്റി, ചെതൽപ്പുറ്റോ? ഇതിൽ പാമ്പുണ്ടാവും ഇവിടെ? പാമ്പ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പാമ്പ് അഥവാ ഉണ്ടെങ്കിൽ അങ്ങനെ നല്ല വയസ്സുണ്ട് കേട്ടോ ഇതിന്. 9 എത്ര വർഷമായി കാണൂല്ലേ? ഒരുപാട് വർഷമായി. ഇത് എങ്ങനെയല്ലടാ ഇങ്ങനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കണേ? ഇത് കോടിക്കണക്കിന് ചെതിലുകൾ കൂടി ചെയ്യുന്നതല്ല. ഇത് ചെതിലുകള് മണ്ണ് വായിലിട്ടിട്ട് അത് വൊമിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലേ? അത് വർഷങ്ങൾ എടുത്തിട്ടുണ്ടാക്കുന്നല്ല. ഇത് വർഷം കൂടുന്തോറും ഇതിന്റെ ഹൈറ്റ് കൂടി കൂടി വരും. എന്താ സൈസ് മോനെ. ഇവിടെ പാമ്പുണ്ടാവൂടാ ഇങ്ങനെ ചെതൽപ്പുറ്റുള്ള സ്ഥലത്ത് പാമ്പുണ്ടാവും. എന്തിനറിയോ? കയറി കൂടുന്നതാ. ചെതലിനെ തിന്നാനല്ലേ? അല്ലല്ല, അതിന് കയറി കൂടാൻ വേണ്ടി ഒരു മാളം കിട്ടിക്കഴിഞ്ഞാൽ കയറി കൂടുന്ന. അങ്ങനെയാണോ? അല്ലാണ്ട് അതിൻ്റെ അകത്ത് പാമ്പൊന്നും ഉണ്ടാവും. എന്നാ വാ, ഇവിടെ തന്നെ കൂടിയാലോ? ആ നീ അവിടെ കുടിക്കോ, ചെതലും പാമ്പും ഒക്കെ ആയിട്ട്. ഇതിലേക്ക് പോവാലേ? ഇതിലേക്ക് പോവാലോ? ശരിക്കും അവിടെയൊക്കെ പാമ്പുണ്ടാവൂടാ. ഇത് പുൽത്തൈലത്തിന്റെ പുല്ലല്ലേ? പുൽത്തൈലം. അയ്യോ നല്ല മണല്ലേ? രാവിലെ തന്നെ വെറുതെ ചെറുതായിട്ടൊന്ന് നനപ്പിച്ചൂലേ മഴ? രാവിലെ തന്നെ മഴ തുടങ്ങിയപ്പോൾ ഇന്നത്തേക്ക് കറിക്കുള്ളതായി. അടിപൊളി ഒരു സാധനം. മഷ്റൂമാ കഴിക്കാൻ പറ്റുമോ? അത് ഈ പരന്ന മഷ്റൂം കഴിച്ചു നോക്കണ്ട. വലിയത് കഴിക്കണമല്ലെന്നുണ്ട്. ഇല്ലല്ലേ? ആണോ? അത് നമുക്ക് ഇതിൽ അടിച്ചു നോക്കിയാലോ? അതിന് ഇവിടെ റേഞ്ച് കിട്ടണ്ടേ? ഇത് കഴിക്കണമല്ലടാ. ഓക്കെ, മഴ അടുത്ത് ട്രെയിനിൽ മുമ്പ് നടക്കാല്ലേ? രാവിലെ തന്നെ അങ്ങ് മഴയാ. രാവിലെ തന്നെ മഴ. ആ മഷ്റൂമേ നാവ് ചൊറിയണ പോലെ ഒരു തരിപ്പ്. അതൊന്നും കഴിക്കരുത് കേട്ടാ. എന്തെങ്കിലും കഴിക്കണ്ടടാ. മുട്ട പുഴുങ്ങിയാലോ? മുട്ട പുഴുങ്ങിയാ? മുട്ട പുഴുങ്ങി കഴിക്കാം. അവിടെ നിന്ന് എന്താ സൗണ്ട് കേട്ടറാ? കൊയ് കൊയ് കൊയ്ന്ന്. നടക്ക്, കുറച്ചങ്ങോട്ട് പോ. പൊന്നെ കൊടും കാടാണ് ഇവിടെ, പുല്ല്.
നല്ല കാടാണ്, കൊടും കാട്. ഭയങ്കര ചെതൽപ്പുറ്റ് കേട്ടോ. നോക്ക് എന്താ സാധനം, നോക്ക് ഇത് നോക്കടാ. ആ ചെതൽപ്പുറ്റല്ലേ, ഞാൻ അത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നേ. എന്താ ഹൈറ്റ് അറിയോ, അടിപൊളി സാധനം. നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോകണം. എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഇരുണ്ട് മൂടി വരുന്ന സമയധികം ആയിട്ടില്ല. പക്ഷെ നോക്ക് കാലാവസ്ഥ പെരും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ വലിയ മരം കുരങ്ങണോ? എന്താണെന്നറിയില്ല. ഇവിടെ കരടി ഉണ്ടാവോ? കരടി മരത്തുമല? അല്ല, മരത്തിൽ കയറും കരടി. ആ എന്താ എന്താണെന്നറിയില്ല, ഒരു കറുത്ത കളറാണ്. കുരങ്ങല്ലോ. എവിടെടാ? കുരങ്ങല്ല. പിന്നെന്താടാ? കരടിയാ. ഏത് മരത്തില്? അവിടെ മരത്തില്, അവിടെ നോക്ക്. നേരെ മരം കണ്ട? ആ മരത്തിന്റെ കുരങ്ങായിരിക്കൂടാ. ഇല്ലല്ല, കുരങ്ങിങ്ങനെ ഇങ്ങനെ കറുത്ത കളറ്, കറുത്ത കുരങ്ങുണ്ടാവാ. കരിങ്കുരങ്ങില്ലേ? ഇല്ലല്ല, ഇത് ഉരുണ്ട ശരീരമാണല്ലോ. നീ കണ്ട? ആ എന്നാ പിന്നെ അങ്ങോട്ട് പോണോ? വേണ്ട, അങ്ങോട്ട് പോണ്ട. അങ്ങോട്ട് പോണ്ട. നമുക്ക് തിരിക്കാം. എന്ത് കണ്ടോ നീ? ആ തിക്കി കയറുന്നുണ്ട്. അങ്ങോട്ട് പോ. അങ്ങനെ വരുമോ? വരുമോ? വരാണ്ടെന്താ? കരടി അങ്ങനെ വരുവാടാ, ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റ്, അത് ഞാൻ പറയുന്നത്. അങ്ങോട്ട് പോണ്ട. അങ്ങോട്ടേക്ക് മാറിയിട്ടോ. ഇങ്ങോട്ട് പോണ്ട കേട്ടാ. പിന്നെന്ത് ചെയ്യാ? ഇങ്ങോട്ട് റിസ്ക്കാ. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാവോ? അങ്ങോട്ട് കളിച്ചാൽ പണി കിട്ടും. കരടിയേ ഉണ്ടാവും. എന്താ അറിയോ, ഇതാ ഫോറസ്റ്റിന്റെ ഏരിയ അല്ലേ? അതാ പറഞ്ഞത്, ഇങ്ങോട്ടേക്ക് പോണ്ട. എന്താ വെച്ചാല് മറ്റേ മെയിൻ ഫോറസ്റ്റിന് വലിയ ദൂരമില്ല. അതുകൊണ്ട് കരടി ആണെങ്കിൽ പണി പാടും കേട്ടോ. പുറകെ വരില്ലല്ലോ? പുറകെ വരുമോ? പുറകെ വരില്ല, ദൂരമല്ലല്ലോ. ഇതിപ്പോ എങ്ങോട്ടാ പോവാ? ഒരു പിടുത്തമില്ലല്ലോ, ഇരുണ്ട് മൂടി വന്നു. നോക്ക്, ആണോ? കരടി തന്നെയാണ്. എടാ, കരടി അങ്ങനെ പുറകെ ഒന്ന് അറ്റാക്ക് ചെയ്യോ? എടാ, ആ പാറപ്പുറത്ത് പോയാലോ? പ്രശ്നം. ഇവിടെ നിന്നാലോടാ. ഇതൊക്കെയോ ചൊറിയുന്നുണ്ട്, കടിക്കുന്നുണ്ട്. ആ ഷീറ്റ് എടുക്കട്ടെ. കയറെവിടെ? തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടോ, നനയാതെ. രാത്രി ഇവിടെ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഇരുട്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊന്ന് നമുക്ക് നനയാതിരിക്കണ്ടേ? ആകെ നനഞ്ഞടാ. നമ്മൾ അങ്ങോട്ട് പോകുന്ന എന്തായാലും നന്നായടാ അല്ലേ? അങ്ങോട്ട് പോയാലേ ഭയങ്കര സീനാണ്. കരടിയാണല്ലോ ഷുവറാ. അതെ, നല്ല കറുത്ത കളറും നല്ല വീതിയുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കയറി കണ്ടു. ഞാൻ കണ്ടു. ആ വലിപ്പമുള്ള മരം ഇല്ലേ, നല്ല വലിപ്പമുള്ള മരം ദൂരെ കണ്ടില്ല. ആ മരം ഇങ്ങനെ പിടിച്ചിട്ട്
ഇങ്ങനെ ചങ്ങായി ഒരു ചങ്ങായി ഇങ്ങനെ ഇത് ശരിക്കും കണ്ടോ? ഞാൻ കണ്ടു. ഞാൻ കണ്ടപ്പോഴല്ലേ നിങ്ങളോട് പറഞ്ഞ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ചെയ്യാൻ കരടീനെ കണ്ടു. ഞാനിങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ട് നടന്നോട്ട് പോകുമ്പോഴല്ലേ കണ്ടത്. പെട്ടെന്ന് തന്നെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് ഇപ്പൊ ഇവിടെ സേഫ് ആണോ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ സേഫ് ആണോന്ന് ഇപ്പോൾ തമ്പുരാൻ മാത്രം അറിയും. ഇപ്പം മഴന്ന് സേഫ് ആയല്ലോ, അത് മതി. ഇതെന്താ അത്? കപ്പലണ്ടി. നീ കപ്പലണ്ടിയൊക്കെ കൊണ്ടുവന്നത് എന്തെങ്കിലും കഴിക്കണ്ടേ? ഇതിപ്പോൾ നിങ്ങൾ വയറിങ്ങനെ കാലിയാക്കി വെച്ച് കഴിഞ്ഞാലേ തലവേദനയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ സേഫായില്ലേ. മഴ എന്തായാലും കുറഞ്ഞില്ലേ. ഞാൻ ഈ പരിസരം നോക്കട്ടെ. കരടീൻ്റെ വായിലൊന്നും പോയി ചാടില്ലേ? ഇല്ല, കരടി അങ്ങ് ദൂരല്ലേ. ഞാനപ്പോഴത്തേക്കുന്ന എഗ്ഗ് സെറ്റ് ആക്കിയല്ലോ. അപ്പോഴത്തേക്ക് എഗ്ഗ് പുഴുങ്ങി വെച്ചോ. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കിയാൽ മതിയല്ലോ. എന്നിട്ട് അതും കഴിച്ചിട്ട് വിടാം. എന്തായാലും നമ്മൾ കുറച്ച് രണ്ട് എഗ്ഗ് പുഴുങ്ങി തിന്നിട്ട് ഞങ്ങൾ പതുക്കെ വിടാനുള്ള പരിപാടിയാണ്. എഗ്ഗ് എന്തായി നോക്കട്ടെ. ഓ, ഒന്നും ആയിട്ടില്ല കേട്ടാ, അടിപൊളി. അപ്പോൾ നമ്മുടെ എഗ്ഗ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എഗ്ഗ് റെഡി ആയി കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം. ചെന്നായ്ക്കളെ കുറക്കുന്ന ഒച്ച കേട്ടോ? ഇല്ല, ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് കേട്ടു. അതെ, എവിടുന്ന്? ഞാൻ അങ്ങോട്ട് പോയല്ലോ, അത് ആ ഭാഗത്ത് ആ കാട്ടുനായ്ക്കല്ലേ, ദോൽ അതിൻ്റെ ശബ്ദം. പോടാ, ഇവിടെ റിസ്ക്കാണ് കേട്ടോ. ഏത് ഭാഗത്തുനിന്ന്? ആ ഭാഗത്ത്. അങ്ങോട്ടൊന്നും പോകണ്ട, ഭയങ്കര കാടാ. നോക്ക്, ഇരുട്ടായ പോലെ ഉണ്ട്. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ സേഫ്. പക്ഷെ അങ്ങോട്ട് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. നമുക്ക് ഈ മുട്ട പുഴുങ്ങിട്ട് വേഗം വിടാല്ലേ ഇവിടുന്ന്? ഇവിടുന്ന് സ്ഥലം വിടാം, അതാ നല്ല. ഇവിടെ അധികം നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല സേഫാണ്. അതാ പറഞ്ഞ. എന്തായാലും ഇത് റെഡി ആവട്ടെ. ഇതെന്തായാലും ഇത് കഴിച്ചിട്ട് വിടാം അല്ലേ? അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം അത്ര സേഫ് അല്ല അല്ലേ? എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം ക്യാമ്പ് ചെയ്തതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ഒന്നാമത് ആനിമൽസ് ഉള്ള, അതായത് നമ്മൾ ഈ മുത്തങ്ങ ബത്തേരി ഫോറസ്റ്റില്, മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരും. ഇത് ഫോറസ്റ്റ് അല്ല, പക്ഷെ ഫോറസ്റ്റിന്റെ അതിർത്തിയാണ്. ഫോറസ്റ്റ് പോലെ തന്നെയാണ് അല്ലേ? സിവിൽ ഫോറസ്റ്റ് ആണ്. അത് തന്നെ, നമ്മുടെ കൊടും വനല്ലേ, അതുപോലത്തെ ഒരു വനം തന്നെയാണിത്. അതായത് നമ്മളെ ഇതായിട്ട് നിയമപരമായിട്ട് കയറാൻ പാടില്ലാത്ത വനമല്ല അല്ലേ? പക്ഷെ മൃഗങ്ങൾക്ക് നിയമപരം ഒന്നും ഇല്ലല്ലോ. അതാ പറഞ്ഞത്. അപ്പൊ അത് പാഞ്ഞു വരും. അപ്പൊ എങ്ങനെയാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് മുട്ടയൊക്കെ പുഴുങ്ങി അതൊക്കെ കഴിച്ച് കുറച്ച് എനർജിക്കായിട്ട് ഇവിടുന്ന് പോവാണ്. പോയിട്ട് എവിടെയാണ് ഇന്ന്? എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല, നീ ഒഴിഞ്ഞു പറയാം. താഴോട്ടേക്ക് ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് താഴോട്ട് പോയിട്ട് എവിടെയെങ്കിലും നൈറ്റ് ക്യാമ്പ് ചെയ്യണം. എനിക്ക് കരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വെറുപ്പ് എന്നല്ല, എനിക്ക് ഇഷ്ടം തന്നെയാണ് ജീവിനെ. പക്ഷേ കരടി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും. അത് ഒന്നാമത് മുഖാന്ന് മാന്തി പറിക്കുക, അങ്ങനെയുള്ളൊരു റിസ്ക് ഉണ്ട് കരടി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ കരടിനൊന്നും ലൈവായിട്ട്. അല്ല, ഞാൻ പറയാ, ഞാൻ സംഭവം കണ്ടു. ഞാൻ കരിങ്കുരങ്ങ, നിന്റെ ചിന്ത അതാണ്. ഇവര് സിമ്പിൾ ആയിട്ട് എടുത്ത് കരിങ്കുരങ്ങ. എനിക്കൊന്നല്ല, അത് പറഞ്ഞിട്ട് പോലില്ല എന്നോട് അവിടെ ഒരു സാധനം ഉണ്ടെന്നുള്ള. ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് കണ്ടോ. ഞാനും കണ്ടു, അത് കുരങ്ങല്ലേ. എടാ, അത് ഞാൻ എന്റെ ചിന്ത കുരങ്ങ് അല്ല, അതെങ്ങനെ നമ്മൾ ഉദ്ദേശിക്കണില്ലല്ലോ കരടി. ഇപ്പം പക്ഷെ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കരിങ്കുരങ്ങാന്ന് വിചാരിച്ചു, പക്ഷെ സംഭവം അപ്പൊ എന്തായാലും ഭീകരനായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ മുട്ട കഴിച്ചിട്ട് പതുക്കെ പോവാ. മതി, ഓഫാക്കിയല്ലോ. ഞാൻ ചിരിച്ചു കളിക്കുന്ന നോക്കിയിട്ട് നിൽക്കണ്ടാ. ഇല്ല, ഞാൻ പോവാ. ഒന്ന് ചില്ലാൻ വേണ്ടി ചിരിക്കുന്ന നല്ല പേടിയുണ്ട്. അല്ല, നമുക്കിത് തിന്നാനുള്ള സമയം നീ തരുമോ? എനിക്കിപ്പോഴേ പേടിയാണ്. അത് തിന്നിട്ട് പോയ സ്ഥലം വിടാം. ഇത് ഓഫാക്കട്ടെന്നാ. ഇനിയിപ്പോൾ ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലമാണ്. നമ്മൾ നടന്ന സ്ഥലം മാറിപ്പോയി അല്ലേ? റൂട്ട് ശരിയാ, റൂട്ട് തെറ്റിപ്പോയി. അതാ പറ്റിയത്. ഞങ്ങൾ ഉദ്ദേശിച്ച റൂട്ടല്ല ഞങ്ങൾ എത്തിയത്. കാട്ടിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സ്ഥലം മനസ്സിലാവില്ല. എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ.
എടാ അതൊക്കെ എന്ത് മാനല്ലത്? മാനന്നെയാണോ? ടോർച്ചടിച്ച എവിടെയാ ടോർച്ച്? സൈഡിൽ എവിടെ ഇതാ അതിൻ്റെ അകത്ത് മാനം തോന്നുന്നു ചേട്ടാ. ഇതാക്കി പോയിന്റ്. മാനോ? മാനൊന്നല്ലടാ. മാനാണോ? മാനന്നെ. ഏ മാനന്നെ. ഒന്നൊന്നല്ല, അതാ ഒരുപാടുണ്ട്. അതാ പോ. എല്ലാം കിടക്കുന്നത്. ടോർച്ചോ? ഈ ടോർച്ചാണ് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം. എടുത്തല്ലേ? മറ്റേ ടവൽ ഞാൻ ക്യാമറയുടെ മേലിട്ട് ടവൽ എടുത്തിട്ടുണ്ട്. ഞാൻ പോക്കറ്റിലിട്ട്. കവർ എടുത്തോ. ഒക്കെ എടുത്തില്ലടാ. ഒന്ന് വിടാം. ടോർച്ച് ഇടാം, മറ്റേ ടോർച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ ഞങ്ങളെന്തായാലും ഇവിടുന്ന് വിടുകയാണ്. ഞങ്ങൾ ഇത്രയും ദിവസം ക്യാമ്പ് ചെയ്തതിൽ ഇതുപോലൊരു ഏരിയയിൽ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അതുപോലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ കരടീനെ കണ്ടു. കരടീനൊക്കെ കണ്ട് എനിക്കൊരു അതിശയം തോന്നുടാ. ഒന്നും തോന്നണ്ട, അങ്ങനത്തെ സ്ഥലത്ത് വന്നാൽ പിന്നെ കാണൂലേ കരടി. ഇതപ്പോൾ ഒരു കൂട്ടം മാന് നമ്മുടെ മുന്നിൽ കൂടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മരപ്പട്ടിയോ ചെന്നായിൻ്റെ സൗണ്ട് കേട്ടു. കണ്ടില്ലല്ലേ? ഒന്നിനും കിട്ടിയിട്ടില്ല അല്ലേ? ക്യാമറയിൽ ഒന്നിനും കിട്ടില്ലല്ലോ. എന്തെങ്കിലും കിട്ടണമായിരുന്നു. ഫോറസ്റ്റ് അല്ലേ, എങ്ങനെ കിട്ടാനാ? അവിടെ ഉണ്ടെങ്കിലോ? ഇല്ല, അവിടെ ഒരു അനക്കം വരുന്നുണ്ട്. അല്ല, അവരെ താവള ഇവിടെ കണ്ട ഈ ഭാഗത്ത്. കണ്ണ് നോക്ക്. കണ്ണ് തിളങ്ങുന്നുണ്ട്. കണ്ണ് മാനിൻ്റെ തന്നെയാണോ? മാനന്നെ. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളെ കാര്യം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷം. ഞങ്ങളെന്തായാലും പതുക്കെ അടുത്തൊരു സ്ഥലത്ത് പറഞ്ഞാൽ നേരെ പോയി ക്യാമ്പ് ചെയ്യുക. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ഈ താഴെ ഭാഗത്ത് ഒരു കോളനി ഉണ്ട്. അതായത് ഈ ചോലനായക്കർ താമസിക്കുന്ന കോളനി ഉണ്ട്. അതിനോട് ചേർന്ന് വല്ലതും പോകേണ്ടി വരുമല്ലോ. ഇനിയിപ്പോ ഈ കാട്ടുകൂട്ട ഇറങ്ങണ്ടേ? ഇറങ്ങൽ എങ്ങനെയല്ലോ ഇറങ്ങാം. ഇവിടുന്ന് അങ്ങ് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. നമ്മളെന്തായാലും അടുത്ത സ്ഥലത്ത് പോയിട്ട് ക്യാമ്പ് ചെയ്യാണ്. അടി ഓക്കെ. എന്നെ അടിക്കാനാ നീ കയ്യോങ്ങി? ചിരിക്കണ്ട, സ്ഥലം വിടാവാ. എല്ലാം എടുത്തല്ലേ? ഓ, ലൈറ്റ് എടുത്തോ. ഇതെങ്ങനെയത് ഊരിയ? അത് ഞാൻ അമർത്തി. ഇതെടുത്തോ. വടി ഇത് കൈ പിടിച്ചാൽ മതിയില്ലേ? ഇത്രയും നേരം വടി എടുക്കാം. അവിടെ എന്താ എന്തത്? ഒന്നും നോക്കണം. നടന്നു ഒന്നും നോക്കണ്ടേ. വാ, ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെടാം എങ്ങനെയും. പിന്നെ എന്താ വരുന്നുണ്ടോ നോക്കണേ. നീ വാ. ശ്രദ്ധിച്ച് പോണം കേട്ടോ. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സൈഡ് അവിടെ നിന്നാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇല്ലാതാവും. ഇവിടെ നമ്മളെ നോക്കി വേട്ടാ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. അതായത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ കാട് വിട്ട് പുറത്തിറങ്ങാൻ ഒരു സിറ്റുവേഷൻ ഇല്ലാണ്ടായിപ്പോയി. നമുക്ക് കാട് വിട്ട് പുറത്തിറങ്ങിയാലേ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റൂ. എടാ എന്താ സൗണ്ട് കേട്ടേ? അവിടെ നിന്നാണോ? വലിയ മരയില്ലേ അതിൻ്റെ പിന്നിൽ. എന്താടാ? എന്താ അറിയില്ല, ഒരു കൂക്കുന്ന ശബ്ദം.
നീ വാ, ഇവിടുന്ന് എങ്ങനെയും പോകടാ. ഓ നമുക്കേ വേണ്ട, നീ വാ. നമുക്ക് ഏതെങ്കിലും മരത്തിൻ്റെ വീട്ടിലോ മരത്തിൻ്റെ മുകളിലോ കയറിയിരുന്നാലോടാ. എന്തായാലും ഞങ്ങൾ വല്ലാത്തൊരു കുടുക്കലാണ് പെട്ടത്. ഇത് നോക്കിയാ ഇടാ, എടാ നമുക്ക് ഇവിടെ എവിടെയും തന്നെ ഇരുന്നാലോ? ഈ മരത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഇരിക്കാം അല്ലേ? എന്താ അറിയോ, നമ്മൾ ഇനി കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് വന്തിയോടാവും ചിലപ്പോൾ. എടാ അങ്ങോട്ട് വെറും കാടാടാ, അബദ്ധമാവോ നമ്മൾ ഇന്നത്തെ ദിവസം? എനിക്കൊന്നും അറിയില്ല. ഞങ്ങളിപ്പോൾ എന്താ പറയുക, ഒന്നിക്ക് ഡൂ അല്ലെങ്കിൽ ഡൈ. ഒന്നും കഴിക്കില്ലേ? ആ മുട്ട കഴിച്ചിട്ട് എൻ്റെ അമ്മേ, എന്താണത്? ചെന്നായ്ക്കൾ തന്നെ. ചെന്നായ്ക്കളൊക്കെ കൂടി പാഞ്ഞു വരുമെന്ന്. തീ ഇടാൻ പറ്റുമോ? തീ ഇവിടെ അങ്ങനെ ഇടും? മഴയല്ലടാ. മഴയും പെയ്യും, അതാണ് നിലം മൊത്തം നഞ്ഞും കിടക്കുക. എടാ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവിടെ തന്നെ സെറ്റാക്കടാ. നമുക്ക് ഞങ്ങൾ ഈ ഏരിയ തന്നെ സെറ്റാക്കാൻ പോവാണ്. എന്താ വെച്ചാൽ സെറ്റാക്കാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ആ പായായിട്ട് പിരിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലിരിക്കുക. എന്നിട്ട് എങ്ങനെയെങ്കിലും നേരം വിളിപ്പിക്കട്ടെ. ഇതാണ് ഇന്നത്തെ നമ്മളെ അവസ്ഥ. ഒന്ന് നമ്മൾ അബദ്ധം പറ്റിപ്പോയി. ഞാനിത് ഇവിടെ വെക്കട്ടെ. സമയം എന്തോ കരയുന്നുണ്ട് കേട്ടോ, കാര്യമായിട്ട് ശ്രദ്ധിക്കണം. എന്ത് അങ്ങോട്ട് പോണ്ട, ഇവിടെ തന്നെ നിൽക്കാം. അതാ അപ്പോൾ ഞാൻ ഞെട്ടി പോവാല്. നോക്കട്ടോ, നമുക്ക് ഇവിടെ തന്നെ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ തന്നെ താർപ്പായ ഇട്ടിട്ട് അതിൻ്റെ ചുവട്ടിലിരിക്കാം അല്ലേ? അതാ കണ്ടാ എന്ത് സാധനം ഇവിടെ നോക്കാം. മെഴുകുതിരിയില്ലേ, മെഴുകുതിരി കത്തിക്കാം. തീ കണ്ടു കഴിഞ്ഞാൽ സാധനം വരില്ല. മെഴുകുതിരിന്റെ തീ ഇത്തിരി പോലത്തെ തീയല്ലേ? 2-3 സ്ഥലത്ത് ഇങ്ങനെ കത്തി വെക്കാം. അപ്പോൾ ഇവിടെ ഇതാക്കട്ടെ, താർപ്പായ വിരിക്കട്ടെ. ഇവിടെ തന്നെ ഈ പായ വെക്കട്ടാ. ഓ അപ്പോൾ ശരി, ബൈ. അത് ഓഫാക്കടാ കുറച്ചു നേരം. അതെ, ക്യാമറ വെറുതെ ഓണാക്കി വെച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കൂല. ഇതിന് പിടിയടാ. ഒക്കെ ഇതാക്കണ്ട, കുറച്ച് വിരിക്ക്. മഴ പെയ്ത ഇത് നമുക്ക് പുതയ്ക്കാം. എന്നാ അങ്ങനെ വിടും. പോരെ? ശരിക്കും ഒന്ന് റെഡിയാക്കാം. ഒന്ന് കുറച്ച് നിർത്തിക്കോ ഇങ്ങോട്ടേക്ക്. ഇത് മതി. എന്നിട്ട് മഴ വന്നാലേ നമുക്കിതിട്ട് മൂടാം. എനിക്ക് റെയിൻകോട്ട് ഉണ്ട് എൻ്റെ അടുത്ത്. അല്ലടാ, മഴ പെയ്ത വെറും മഴയും കൊണ്ടിരിക്കണ്ടല്ലോ, ഇതിട്ട് മൂടാലോ. ഇപ്പം മഴ കൊണ്ടുകൊണ്ട് മടുത്ത്, ഇനി മഴ കൊണ്ടാലും എവിടെ ഏൽക്കൂല. ബാഗ് അയച്ചു നോക്കട്ടെ. ഇതൊരു ഭയങ്കര മരമാണല്ലോടാ. ഈ മരം നോക്ക്, ഭയങ്കര മരം കേട്ടോ. എനിക്കതല്ല പേടി, മറ്റേ കരടി കടുവയൊന്നും വരാതിരുന്നാൽ മതി. ആന ഇങ്ങോട്ട് ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു 2-3 കിലോമീറ്റർ 4 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നില്ലേ? 4 കിലോമീറ്റർ നടന്നുണ്ടാവും. നടന്നുണ്ടാവും. ആ ഭാഗത്തൊന്നും ഇങ്ങോട്ട് എത്തിയല്ലോ. പക്ഷെ പറയാൻ പറ്റില്ല. ഒച്ച കേട്ടോ, കുറച്ച് സാധനം ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കരയുന്നുണ്ട് കേട്ടോ. അത് എന്ത് കരഞ്ഞാലും ഇന്നത്തെ ദിവസം പോയി. എനിക്ക് പേടി എന്താ അറിയോ, ആനനെയും കടുവനെയും ഒന്നുമല്ല പേടി. ഇടി അടിക്കുന്നുണ്ടോ? ഇടിവിട്ടുണ്ട്. മഴ പെയ്യോ? പറയാൻ പറ്റില്ല. മഴ രാത്രി പെയ്താൽ പണിയായി. ഒന്നുമില്ല, എന്തായാലും വന്ന് വിട്ടില്ലേ. ഇതിന് പായൻ്റെ ഇതേപോലെ ഇരിക്കുക, പായെടുത്ത് മൂടുക. അതേ നടക്കുള്ളൂ. എൻ്റെ അമ്മോ, ഇന്നത്തെ ക്യാമ്പിങ് വല്ലാത്തൊരു ക്യാമ്പിങ് ആയി. ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ക്യാമ്പിങ്ങിൽ. ഇതാദ്യമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ടത്.
ഈ മരം നോക്കിയേ, എന്താ സൈസ് നോക്കിയേ. അതാ എന്തോ കരയുന്നുണ്ട് കേട്ടാ. നോക്കിയേ, നോക്കടാ ഈ മരത്തിൻ്റെ ഒരു വലുപ്പം. നല്ല സൈസ് ഉണ്ട് കേട്ടോ ഈ മരം. എന്ത് വലുപ്പടാ. ഇതിന് നല്ല പ്രായം ഉണ്ടാവില്ലേ. പിന്നെ ഇടിവെട്ടുന്നുണ്ട് കേട്ടോ. ഈ മരങ്ങളൊക്കെ ഇതാ നോക്ക്, ആ മരം നോക്ക്. ഇടിവെട്ടുണ്ട്, മഴ പെയ്യും. ഇതിൻ്റെ അടിയിൽ ഇരുന്ന മഴ പെയ്യില്ല കേട്ടാ. നല്ല കനണ്ട് ഇത്. ഇതൊക്കെ പടന്നിരിക്കല്ലേ കിടക്കുക. എന്തൊക്കെയോ കരയുന്നൊക്കെ കരയുന്നു. ശ്രദ്ധിക്കണട്ടാ. ഹലോ, അപ്പോൾ മഴ ഒന്ന് വെളിച്ചായി. വാ പെട്ടെന്ന് ഇവിടുന്ന് തലമ്പുഴ. ആകെ നഞ്ഞ് പൊതിർന്ന്. കാലിലൊക്കെ അട്ടയൊക്കെ ഉണ്ടാ. നോക്ക് ഇത് നോക്ക്. ഞാൻ രാത്രി ഇത് എടുത്തിട്ടാ. വേണ്ട കവറ്. അട്ട ഇനി എവിടെയൊക്കെ കയറിയിട്ടുള്ളതെന്നുള്ളത് കുറച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെയാണ് കിടന്നത്. വേറെ ഭയപ്പാടുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. പക്ഷേ നല്ല മഴ, അടിപൊളി മഴയായിരുന്നു. ഒരു തുള്ളി കണ്ണടച്ചിട്ടില്ല. ഞങ്ങൾ ഈ പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പതുക്കെ ഇവിടുന്ന് വിടണം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇനിയിപ്പോൾ നോക്കട്ടെ ബാക്കി എന്താ കാര്യങ്ങളെന്നുള്ളത് നോക്കാമല്ലേ. ഇല്ലടാ, പെട്ടെന്ന് ഇവിടുന്ന് വിടാം. ഭയങ്കര അട്ട കുടിച്ച് 1 ലിറ്റർ ചോരപ്പോൾ പോയിണ്ടാവും. ഞാൻ പെട്ടെന്ന് ഈ ഷൂ കവർ എടുത്തിട്ടാ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ആകെ നനഞ്ഞ് പിണ്ടിയായി എന്ന് പറഞ്ഞാൽ ഇതിലെ. ഇപ്പോൾ കാല് നോക്കിയാ നോക്ക്. ഓ, എൻ്റെ കാലിൽ കയറിയിട്ടില്ല ഭാഗ്യത്തിന്. ക്യാപ്പൊക്കെ നനഞ്ഞിട്ടല്ലേ വീടല്ലേ. എന്തെങ്കിലും എടുക്കാനുണ്ടോടാ? ഇല്ല, ഞാനെല്ലാം എടുത്തു വെച്ചില്ല. രാത്രി ഒന്നും ഉണ്ടാക്കാണ്ടെന്ന് എന്താ പറയാ, കളഞ്ഞു കൊണ്ടാന്ന് വെച്ചിട്ട്. ഇതടിക്കല്ലേ ബാഗിൽ അട്ട ഉണ്ടെങ്കിൽ. ബാഗിൽ കയറാൻ വയ്യില്ല. എന്താ പറഞ്ഞാൽ അത് ബ്ലഡിന്റെ മണടിച്ചാലേ വരുള്ളൂ. എടാ, എൻ്റെ തൊപ്പിയോടെ ബാഗിൽ വെച്ചോ? നഞ്ഞ് പൊതിർന്നിട്ട് ബാഗിൽ വെച്ചു. ഞാനത് പെട്ടെന്ന് തന്നെ അയച്ചു വെച്ചോണ്ട് എൻ്റെ ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ട്. അതാ നമുക്കിന്ന് വിട്ടാലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. പിന്നെ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് പോകുക എന്ന് പറഞ്ഞാൽ കാലൊക്കെ നിറച്ച് ചോരയാണ് അട്ട അടിച്ചിട്ടേ. ഇത് കണ്ട, അവന് ഷൂവിന് കവറുണ്ട്, എനിക്ക് ഷൂവിന് കവറില്ലാത്തതുകൊണ്ട് ഈ കാട്ടിൽ ഭയങ്കര അട്ടയാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും വിടാം അല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അങ്ങോട്ടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകണം അങ്ങോട്ടേക്ക് നടന്നിട്ട്. ഓക്കെ ബൈ. വയ്യാത്തോണ്ടോ ഭയങ്കര ക്ഷീണം, അല്ലെങ്കിൽ ഇത്ര കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇല്ലടാ, മരം പിന്നെ നോക്കാം. നീ വാ, ഇവിടുന്ന് എങ്ങനെയും നമുക്ക് പോവാം. പിന്നെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതേപോലൊരു സ്ഥലത്ത് എത്തിയത്. അതായത് പിന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടി ഈ 2 ദിവസം. ഇല്ലടാ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ. എല്ലാം ഇന്ന് ചെയ്യട്ടാ. ഞങ്ങളെന്തായാലും ഇവിടുന്ന് വിടട്ടെ. കാലിലൊക്കെ അട്ട കടിച്ച് ആകെ പരിപ്പായി. മഴയാണെങ്കിൽ പെരും മഴ. എങ്ങനെയും കരക്കെത്തുക എന്നുള്ളതേ ഉള്ളൂ. ഇല്ലടാ, വെള്ളത്തിൽ നിന്ന് കരക്കെത്തുക. പോവാ, ക്യാമറ എടുത്ത് വെക്കാം അല്ലേ.